നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. മാധ്യമത്തിൽ നിന്ന് ഏറ്റവും പ്രധാന വാർത്തയായി നൽകിയിട്ടുള്ളത് റാഗിംഗ് നിരോധന നിയമം പരിഷ്കരണം എന്ന തലക്കെട്ടോടുള്ള വാർത്തയാണ്. കർശന സമിതി ഉണ്ടാക്കണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി. സംസ്ഥാനത്തെ റാഗിംഗ് നിരോധന നിയമ ഭേദഗതി ചെയ്യണമെന്ന് ഹൈക്കോടതി. 1998 നിയമത്തിൽ ശക്തമായ നിർദ്ദേശങ്ങളും നടപടികളും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഇതിനനുസൃതമായ ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തത് നിയന്ത്രണങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് തടസ്സമാണ്. 2009 UGC മാർഗനിർദ്ദേശങ്ങൾ കൂടി പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ നിയമത്തിൽ പരിഷ്കരണം വരുത്തണമെന്നാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ, ജസ്റ്റിസ് C ജയചന്ദ്രൻ എന്നിവരടങ്ങുന്ന പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. അതിനിടത് ഭാഗത്തായി ആരെയും വിടില്ല ട്രംപ് എന്ന തലക്കെട്ടോടുകൂടി ഏപ്രിൽ 2 മുതൽ തുല്യ നിരക്കിൽ തിരുവ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ ചുമത്തുന്നത് അന്യായ തിരുവയെന്നും US പ്രസിഡന്റ്. അതിന് താഴെയായി ഒരു പ്രത്യേക ചിത്രം നൽകിയിട്ടുണ്ട്. അതായത് കണ്ണൂർ കരിങ്കോട്ടക്കരി ജനവാസ മേഖലയിൽ ഗുരുതര പരിക്കുമായി ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ച ശേഷം ബന്ധിപ്പിച്ചപ്പോൾ രാത്രി 9 മണിയോടെ ആന ചരിഞ്ഞു. ആനയുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അതിന് വലതു ഭാഗത്തായി വാളയാർ പീഡനം 3 കേസിൽ കൂടി മാതാപിതാക്കൾ പ്രതികൾ. വാളയാർ പീഡന കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാവിനെയും രണ്ടാനച്ഛനെയും കൂടുതൽ കേസുകളിൽ പ്രതി ചേർത്ത് CBI മറ്റ് പ്രതികൾ മരണപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ അന്വേഷണം അവസാനിപ്പിച്ച 3 കേസിലാണ് ഇരുവരെയും പ്രതി ചേർത്തത്. അതിന് താഴെയായി ചോദ്യപേപ്പർ ചോർച്ച, സ്കൂൾ ജീവനക്കാരൻ അറസ്റ്റ് എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. SSLC+1 അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർത്തിയ കേസിൽ സ്കൂൾ ജീവനക്കാരൻ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. നിർമ്മതബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് മാധ്യമം നൽകിയിട്ടുള്ള കാർട്ടൂൺ. കോൺഗ്രസിനെ വിശ്വസിക്കാനാവുമോ? ലീഗ് അടക്കമുള്ളവർ ആലോചിക്കണമെന്ന് പിണറായി. എത്ര നേരമായി ഞാൻ കാത്തു നിൽപ്പു, ഒന്നിങ്ങ് നോക്കുമോ വാർത്തിങ്കളെ എന്ന തലക്കെട്ടാണ് കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. ചെങ്കൊടി ഉയർന്നു എന്ന തലക്കെട്ടോടുകൂടിയുള്ള പ്രധാന വാർത്ത എന്ന് മാധ്യമം നൽകുന്നുണ്ട്. അതായത് CPM സമ്മേളനം ആരവത്തിലേക്ക്. കൊല്ലം പതാക ദീപശിഖ കൊടിമരജാഥകൾ സംഗമിച്ച ആശ്രമ മൈതാനത്തിലെ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ ചെങ്കൊടി ഉയർത്തിയതോടെ CPM സംസ്ഥാന സമ്മേളനത്തിന് പ്രൗഢോജ്വല തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിലാണ് പതാക ഉയർത്തിയത്. ഔറംഗസീബിനെ വാഴ്ത്തി അബു ആസ്മിക്ക് സസ്പെൻഷൻ. മുഗൾ ചക്രവർത്തി ഔറംഗസീബിനെ വാഴ്ത്തിയും സബാജി മഹാരാജിനെ വിമർശിക്കുകയും ചെയ്തതിന് സമാജ്വാദി പാർട്ടി MLA അബു ആസ്മിയെ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദീപികയിലേക്ക് വരുമ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദീപിക വലതു ഭാഗത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഒപ്പം ആദായനികുതി ബില്ലിൽ മൗലികാവകാശ ലംഘനം എന്ന തലക്കെട്ടോടുള്ള വാർത്ത. ആദായനികുതി ഉദ്യോഗസ്ഥർക്ക് ഇമെയിലുകളും വാട്സപ്പ് സന്ദേശങ്ങളും ഉൾപ്പെടെ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ അനുവദിക്കുന്ന വിവാദ വ്യവസ്ഥകൾ പുതിയ ആദായനികുതി ബില്ലിൽ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്താനെന്ന പേരിൽ വെർച്വൽ ഡിജിറ്റൽ ഇടങ്ങൾ ഉൾപ്പെടുത്താനും അവയുടെ പാസ്വേഡും സുരക്ഷാ കോഡുകളും ഉദ്യോഗസ്ഥർക്ക് കൈമാറുവാനും ആവശ്യമെങ്കിൽ അസാധുവാക്കാനും അനുവദിക്കുന്ന ബില്ലിലെ 247 വകുപ്പാണ് സാധാരണക്കാർക്ക് വലിയ ആശങ്കയാകുന്നത്. ഇടതുഭാഗത്തെ കന്നുകാലി രോഗ നിയന്ത്രണം 3850 കോടിയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ആദ്യ പേജിൽ ഏറ്റവും താഴെയായി മണിപ്പൂരിൽ ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കാൻ നിർദ്ദേശം. ഉൾപ്പെടെയാണ് ആ വാർത്തയുടെ മറ്റു വിശദീകരണങ്ങൾ. അത് ചെറിയ കോളത്തിൽ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായി റാഗിംഗ് ക്രൂരത നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. UAE-യിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കിയെന്ന വാർത്തയ്ക്ക് ഇടത് ഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒപ്പം താഴെ കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിൽ കരിങ്കോട്ടങ്കരി ടൗണിൽ സമീപം വനം വകുപ്പിൻ്റെ വാഹനം ആക്രമിച്ച മണിക്കൂറുകൾ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കോടി വെച്ച ശേഷം കാലിലും കഴുത്തിലും കയർ കെട്ടി നിർത്തിയ ചിത്രം നൽകിയിരിക്കുന്നു. കേരള കൗമുദിയിലും കണ്ണൂരിൽ ഭീതി പരത്തിയ കാട്ടാനയെ പിടികൂടുന്ന ചിത്രം നൽകിയിട്ടുണ്ട്. അതിന് വലതുഭാഗത്തായി CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കവുമായി ബന്ധപ്പെട്ട് വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ചെമ്പതാക ഉയർന്നു. CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. വിഷയങ്ങളേറെ ചർച്ചയ്ക്ക് ചൂടേറുമെന്നതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ഇനി റാഗിംഗ് നിയമ ഭേദഗതിക്ക് ഹൈക്കോടതി എന്ന തലക്കെട്ടോടുകൂടി റാഗിങ്ങുമായി ബന്ധപ്പെട്ട് വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കാപ്പുകെട്ടൽ ചടങ്ങിൽ ദീപം തൊഴുന്ന ഭക്തർ അതിന് ചിത്രം നൽകുന്നു. അതിന് താഴെയായി US കോൺഗ്രസിൽ ട്രംപിൻ്റെ മുന്നറിയിപ്പ്, നികുതി ചുമത്തൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, പരസ്പര താരിഫ് ഏപ്രിൽ 2 മുതൽ എന്ന പ്രത്യേക വാർത്തയ്ക്ക് ഇടം നൽകുന്നുണ്ട്. അതിന് താഴെയായി ജാതി സെൻസസ് നടപ്പിലാക്കുക, എയ്ഡഡ് സ്വകാര്യ താൽക്കാലിക നിയമനങ്ങൾ, പട്ടികവിഭാഗ സംവരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ പുതിയ ആകാശം എന്ന തലക്കെട്ടോടുകൂടി CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ദേശാഭിമാനി. അതിന് താഴെ വാളയാർ കേസ് അമ്മയും രണ്ടാനച്ഛനും 3 കേസുകൾ കൂടി പ്രതികൾ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇടതുഭാഗത്തായി മാധ്യമം BJP ഗൂഢാലോചന വാർത്താക്കുറിപ്പ് കേന്ദ്ര സർക്കാർ രേഖയാക്കി. BJP വക്താവ് അനിൽ ആന്റണി മുമ്പ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് കേന്ദ്ര സർക്കാരിൻ്റേത് എന്ന പേരിൽ പ്രചരിപ്പിച്ചു. പിന്നിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലും ഒരു വിഭാഗം മാധ്യമങ്ങളും.
ആശാവർക്കർമാർക്ക് 6 മാസത്തെ ശമ്പളം കിട്ടുന്നില്ലെന്നും CPIM നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് കാരണമെന്ന് അവകാശപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ തരത്തിൽ ചൊവ്വാഴ്ച പുറത്തുവന്ന വാർത്താക്കുറിപ്പിന് പിന്നിൽ വൻ ഗൂഢാലോചന. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസും CPIM വിരുദ്ധ മാധ്യമപ്രവർത്തകരുമാണ് കള്ളക്കുറിപ്പിന് പിന്നിൽ എന്നുള്ളതാണ് ആ വാർത്ത. ഞാൻ താഴെ അംബേദ്കർ സർവകലാശാലയിൽ SFIക്ക് ഉജ്ജ്വല വിജയം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ദേശാഭിമാനി 45 കൗൺസിലർ സീറ്റിൽ 24 SFIക്ക് തുടർച്ചയായി 3ാം വിജയം. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 6 വർഷത്തിനു ശേഷം. പ്രതികാര തീരുവയുമായി ട്രംപ്, വ്യാപാര യുദ്ധം മുറുകി എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെയും ചൈനയിലെയും ഉൽപ്പന്നങ്ങൾക്ക് ഏപ്രിൽ 2 മുതൽ പകരം തീരുവയെന്ന് ട്രംപ്. ഏത് തരത്തിലുള്ള യുദ്ധത്തിനും തയ്യാറെന്ന് ചൈന. കാനഡ US-നെതിരെ ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകി. കന്നുകാലി രോഗ നിയന്ത്രണത്തിന് 3800 കോടിയുടെ കേന്ദ്ര പദ്ധതി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ജന്മഭൂമി. ഇടതുഭാഗത്തായി ആറ്റുകാൽ പൊങ്കാലയിൽ കാപ്പുകെട്ടിൽ തൊഴാനെത്തിയ ഭക്തജനങ്ങളുടെ ചിത്രം നൽകിയിരിക്കുന്നു. അതിന് താഴെയായി EDയുടെ റിമാൻഡ് റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് SDPIM ഒന്ന് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 4 കോടി നൽകി. റംസാൻ്റെ മറവിൽ വ്യാപകമായി പണം പിരിച്ചു. ഫൈസിയെ കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ള വാർത്തകളടക്കം വലിയ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജന്മഭൂമി. അതിന് വലതു ഭാഗത്തായി ഗോത്രപർവം 2025 ഗവർണർ ഉദ്ഘാടനം ചെയ്യും. വിവിധ ഗോത്ര സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗോത്രപർവം 2025 ഈ മാസം 9-ന് വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും എന്ന വാർത്ത ചെറിയ കോളത്തിൽ നൽകുന്നുണ്ട്. അതിനാഴെയായി 12 കോടിയുടെ സ്വർണ്ണക്കടത്ത്. കന്നഡ നടി രണ്യ റാവു അറസ്റ്റിൽ. ബെൽറ്റിനുള്ളിൽ കടത്താൻ ശ്രമിച്ചത് 14 കിലോ സ്വർണം. രണ്യയുടെ രണ്ടാനച്ഛൻ കർണാടക DGP. അതിൻ്റെ അടുത്ത ഭാഗത്തായി ഭീകര സംഘടനയുടെ പിന്തുണ തേടി അവർ മാപ്പ് പറയണം. K. സുരേന്ദ്രൻ. SDPI ഭീകര സംഘടന നടത്തുന്ന സംഘടനയാണെന്നും ED റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ തേടി UDF-ഉം LDF-ഉം പരസ്യമായി ജനങ്ങളുടെ മാപ്പ് പറയണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അതിന് താഴെയായി ചോദ്യപേപ്പർ ചോർച്ച. മലപ്പുറം സ്വദേശി അറസ്റ്റിൽ നിന്ന് വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. വലതു ഭാഗത്തായി വീഴ്ചകൾ കേന്ദ്രത്തിൻ്റെ തലയിൽ വയ്ക്കുന്നു NK പ്രേമേന്ദ്രൻ. കേരളത്തിൽ എന്ത് വീഴ്ചയോ കുറവോ പോരായ്മയോ ഉണ്ടായാൽ അത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ ചുമൽ വയ്ക്കുകയും മികവിൻ്റെ മുഴുവൻ അവകാശവും ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് പിണറായി സർക്കാരിൻ്റെ എന്ന മുതിർന്ന UDF നേതാവ് NK പ്രേമേന്ദ്രൻ MP. ആശാവർക്കർമാരുടെ സമരത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ജന്മഭൂമി. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി നൽകിയിട്ടുള്ളത് CPM സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് തുടക്കം. ക്യാപ്റ്റൻ ആര്? തെരഞ്ഞെടുപ്പ് പോരാട്ടം നയിക്കാൻ 2ാം നിരയുടെ പങ്കാളിത്തവും. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 15-ലധികം പേർ പുറത്താകും എന്ന വാർത്ത. അതിൻ്റെ മറ്റ് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായി ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് കാപ്പുകെട്ട് തൊഴുന്ന ഭക്തജന തിരക്ക്. അതിൻ്റെ ചിത്രം നൽകിയിരിക്കുന്നു. തെളിയുന്നു ഭക്തിപ്രഭ എന്ന തലക്കെട്ടാണ് ആ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. മന്ത്രി വീണ പറഞ്ഞത് തെറ്റ്. ഉയർന്ന ഓണറേറിയം നൽകുന്നത് സിക്കിം. ഒക്ടോബർ മുതൽ ഓണറേറിയം ഉയർത്തിക്കൊണ്ടുള്ള സിക്കിം സർക്കാർ വിജ്ഞാപനം തെളിവായി നൽകുന്നു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മലയാള മനോരമ. പരീക്ഷ ചോദ്യക്കടലാസ് ചോർച്ച. സ്കൂൾ ജീവനക്കാരൻ അറസ്റ്റ് എന്ന വാർത്തയ്ക്ക് ഇടം നൽകിയിട്ടുണ്ട് മലയാള മനോരമ. ഇടതുഭാഗത്തായി കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ കൈമോശം വന്ന വസ്തുവകകൾ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പദ്ധതി. കൈവിട്ടുപോയ സീറ്റുകൾ ഇതിൽ ഉൾപ്പെടുമോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ചെങ്കൊടി ഉയർന്നു തലക്കെട്ടോടുകൂടി CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. റാഗിംഗ് നിരോധന നിയമം മൂർച്ച കൂട്ടാൻ ഹൈക്കോടതി എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാതൃഭൂമി. അതിന് താഴെയായി 2 മലയാളികളുടെ വധശിക്ഷ UAE-യിൽ നടപ്പാക്കിയെന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ പാർട്ടി അനുഭാവികൾക്ക് മദ്യപിക്കുന്നവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം. പ്രവർത്തകരും നേതാക്കളും മദ്യപിക്കരുതെന്നാണ് പറഞ്ഞത് MV ഗോവിന്ദൻ. മൂർത്തമായ സാഹചര്യത്തെ അമൂർത്തമാക്കണമെന്നും തോന്നുമ്പോൾ 2 എണ്ണം വിട്ടോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. എന്തായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.